ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വലിയ തോതിലാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോഗറാണ്, യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാമിലേക്ക് നിരന്തരമായി റീലുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. ട്രാവൽ വിത്ത് ജോ എന്നൊരു സീരീസ്, അതനുസരിച്ച് നിർദോഷമെന്ന് തോന്നാം ഈ വ്ളോഗുകൾ. പക്ഷേ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച്, മറ്റ് ആരാധനാലയങ്ങളെക്കുറിച്ച്, പൊതു ഇടങ്ങളെക്കുറിച്ച് അങ്ങനെയെല്ലാമുള്ള വീഡിയോസ് ചെയ്യുകയും വലിയ തോതിൽ ഫോളോ ചെയ്യും. 4 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇത് ഒരു നിർദോഷമായ കാര്യമാണ് പൊതുവേ. പക്ഷേ അതിൻ്റെ ലിങ്കുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു. പാക് എംബസിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ, ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ഡാനിഷ് ഈ ലേഡിക്ക് ഫണ്ട് ചെയ്തതായി തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഡാനിഷുമായി ചേർന്നുകൊണ്ട് ഇന്തോനേഷ്യ സന്ദർശിച്ചിരിക്കുന്നു, ബംഗ്ലാദേശ് സന്ദർശിച്ചിരിക്കുന്നു. ഡാനിഷ് ഇടപാട് ചെയ്തതനുസരിച്ച് പല ആവർത്തി പാകിസ്ഥാനിൽ ഈ ലേഡി ജ്യോതി മൽഹോത്ര പോയിരിക്കുന്നു. ജ്യോതി മൽഹോത്രയുടെ സുഹൃത്തും, ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശിയാണ്. അപ്പോൾ ജ്യോതി മൽഹോത്രയുടെ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയുന്നത് ഡൽഹിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയും എത്തി നിൽക്കുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ പിതാവും മാതാവും ഒക്കെ പറയുന്നത് ഞങ്ങളറിയുന്നില്ല, ഞങ്ങൾക്കറിയില്ല, എന്തോ വീഡിയോ ചെയ്യുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം ഫോണിൽ ബന്ധമുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു പതിവുമുണ്ട്.